ഏത്തക്ക ഉണ്ടോ? ഇത് കാണുമ്പോൾ എന്തോ ആദ്യം നമുക്ക് തോന്നി ഏത്തക്കാപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏത്തക്ക പുഴുങ്ങി തിന്നാനായിരിക്കും. പക്ഷേ അല്ല, ഇതുകൊണ്ടൊരു അടിപൊളി പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഏത്തക്ക പച്ചടി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് പൊളിച്ച് അരിഞ്ഞരിഞ്ഞിടാം. നമുക്ക് നെടുകെ കീറി വെച്ച് ചെറുതായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് അരിഞ്ഞരിഞ്ഞ് ഇടാം. ഞാനൊരു ഒരു 5 എണ്ണം എടുത്തു. നല്ല കുറുകയായിരിക്കും. 5 എണ്ണം നല്ല പഴുത്ത ഏത്തക്ക നോക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അരിഞ്ഞരിഞ്ഞിടാം. നല്ല പഴുത്തത് വേണം, എന്നാലും മധുരവും ടേസ്റ്റും കൂടും. ഇത്രയും പച്ചരിക്കുള്ളത് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് കൂടെ ഇതിനകത്ത് കീറി ഇച്ചിരി വെള്ളവും ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ടൊന്ന് വേവാൻ അടുപ്പത്തോട്ട് വയ്ക്കും. പരുവത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് കറിവേപ്പില ഇട്ട് വേവാൻ വെച്ചിരിക്കുകയാണ്. വെക്കാൻ പോവുക. കറിവേപ്പില ഇട്ടു. ഇനി അതവിടെ നിന്ന് വേവട്ടെ. നമ്മൾ വേവിച്ച് വെച്ച പഴം തണുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി മധുരവും ഇറങ്ങി ടേസ്റ്റ് കൂടുതൽ കിട്ടും. അരയ്ക്കാം. അടുത്ത നല്ലപോലെ പൾപ്പായിട്ട് അരഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇത് നമ്മൾക്ക് ആ വേവിച്ച പാത്രത്തിലോട്ട് തട്ടാം. അരയ്ക്കാൻ വേണ്ടി നമുക്കിനി ചുമന്നുള്ളി കുറച്ച്, തേങ്ങ, ഇച്ചിരി ജീരകവും ചേർക്കാം. ഈ പഴത്തിനകത്തോട്ട് ഈ അരപ്പം കൊണ്ട് ചേർക്കുക. അങ്ങോട്ട് യോജിപ്പിക്കുക. ഇതെല്ലാം കൂടെ അങ്ങോട്ട് അപ്പം പഴവും ഈ അരപ്പും കൂടെ നല്ലപോലെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. മരിക്കാന്ന് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് മരിച്ചു പോവും. ഇതിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല. ടേസ്റ്റ് പോകുന്നേ. ഇച്ചിരി അരച്ച് നമ്മൾ അരപ്പിന് മാത്രം ശകലം ജാറിലെ ഇങ്ങോട്ട് ഇളകി വരാൻ വേണ്ടി കണ്ടോ, ഇളകുമ്പോട്ടൊക്കെ ചേർന്ന്. ഇനി ഇതിനെ നമ്മൾ ചൂടൊന്ന് ചൂടാക്കണം. അതിൻ്റെ ആ അരപ്പിൻ്റെ പച്ച ചുവയൊന്ന് മാറാനും മാത്രം ഒന്ന് ചൂടാക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇളക്കി വെച്ച് വീണ്ടും ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് പിടിപ്പിക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ തൈര് ചേർക്കണം. അതിൻ്റെ കട്ട തൈര് ചേർത്ത് അതും ഇതുപോലെ ഇളക്കി പിടിപ്പിക്കണം. തൈരിടുക. നമുക്ക് എന്തോരം പച്ചടി വേണോ അതിൻ്റെ അളവനുസരിച്ച് തൈര് ഇതിനകത്ത് ചേർക്കണം. ഇതിനിപ്പോൾ നല്ലപോലെ ചേർക്കേണ്ടി വരും. നമ്മൾ പഴം ഏറെ ഇല്ലേ, ഇളക്കലോടെ കണ്ടോ, ഇങ്ങോട്ട് അങ്ങ് കൂട്ടി യോജിപ്പിക്കണം. മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇത് കൈ കൊണ്ട് 4 ഇളക്കിളക്കേണ്ട ആവശ്യമേ. പിന്നെ വീട്ടിലൊക്കെ എന്നാ ഉണ്ടായി. ഉള്ളി ഇട്ടു, കടുക്, ജീരകം, വറ്റൽമുളക്, കറിവേപ്പില. നമ്മൾ കടുക് വറുത്തിട്ടു. സംഭവം ചേർക്കും. ഇച്ചിരി പച്ചക്കടു പൊട്ടിച്ചതിടുവേ. കടുക് ഇടുവാന്നേ, പൊട്ടിച്ച കടുക് ഇട്ടൊന്ന് ഇളക്കുക. ഇപ്പം നമ്മുടെ പഴപ്പച്ചടി റെഡി. അടിപൊളി പച്ചടി. ഇനി അങ്ങോട്ട് നമുക്ക് ചോറിനോട് ഒഴിച്ച് കഴിക്കാം. പരിപ്പ്, പച്ചടി, അവിയൽ, തോരൻ എല്ലാം അങ്ങോട്ട് കഴിക്കാം.